ഹരേ രാമ ഹരേ കൃഷ്ണ. ഒറ്റ ദിവസത്തിൽ വൻ പുരോഗതി കൈവരിക്കുവാൻ പോകുന്നു. കൈ നിറയെ സമ്പത്ത്. ഈ സുവർണ ഭാഗ്യം ഈ രാശിക്കാർക്കാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. രാശിമാറ്റം ജ്യോതിഷത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം മാറി വരുന്ന സമയം ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തോടെയാണ്. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സംഭവിക്കുക. വ്യാഴം ഇടവരാശിയിലേക്ക് മാറുവാൻ പോകുന്നു. കുബേരയോഗം ഇതിലൂടെ വന്നുചേരും. വലിയ ഭാഗ്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക. വ്യാഴത്തിൻ്റെ സംക്രമത്തിലൂടെ വലിയ മാറ്റങ്ങൾ 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വന്നുചേരുന്നതാണ്. മെയ് 1-നാണ് വ്യാഴം ഇടവരാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതേസമയം ഇതിലൂടെ ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ തേടിയെത്തുകയും ചെയ്യും. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരാണ്. ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഇടവം രാശിക്കാരെ തേടിയെത്തുവാൻ പോകുന്നത്. ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് കുബേരയോഗം രൂപപ്പെടുന്നത്. ഭൗതികമായ സുഖങ്ങൾ ലഭിക്കുവാൻ ഇത് വഴിയൊരുക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ കാലയളവിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിലും വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ ഇൻക്രിമെൻറ്റും സ്ഥാനക്കയറ്റവുമെല്ലാം ഇടവം രാശിക്കാർക്ക് ലഭിക്കും. എല്ലാ മേഖലയിലും വൻ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ആത്മവിശ്വാസത്തെ അത് വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ പഴയതിനേക്കാൾ കൂടുതൽ ശക്തമായിരിക്കും. പല മേഖലകളിൽ നിന്നും പണം നിങ്ങളിലെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. വരുമാന സ്രോതസ്സുകളെല്ലാം വളരെയധികം ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ധനപരമായ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതമാണ് ഇനി വന്നു ചേരുവാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം വളരെയധികം കൂടുതലാകും. സമ്പത്തും സന്തോഷവും ഒരുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ്. വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള വലിയ സമ്പത്താണ് നിങ്ങൾ നേടുവാൻ പോകുന്നത്. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജീവിതം അടിമുടി മാറിമറിയും. നിങ്ങൾക്ക് ഭാഗ്യം എന്തു കാര്യത്തിലും വന്നു ചേരുന്നതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമാണ് ഉണ്ടാവുക. പുരോഗതിയുടെ ഏറ്റവും ഉയരത്തിലെത്തും. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകളും നടത്തുവാനാകും. സമൂഹത്തിൽ ഒരുപാട് ആദരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിത്വം ഇക്കാലയളവിൽ വളരെയധികം മെച്ചപ്പെടും. കന്നി രാശിക്കാർക്ക് നേട്ടങ്ങൾ മാത്രമായിരിക്കും ഈ കാലയളവിൽ വന്നു ചേരുക. അടുത്തത് മേടം രാശിക്കാരാണ്. പൊതുവെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം വരുന്നത് ഈ രാശിക്കാർക്കാണ്. മെയ് 31-ന് ബുധൻ ധനഭാവത്തിലേക്ക് മാറുന്നു. ഇതിനാൽ തന്നെ രാശിക്കാർക്ക് ഏറെ സാമ്പത്തിക നേട്ടമാണ് കൈവരിക്കുന്നത്. ബിസിനസ്, തൊഴിൽ എന്നിവയിൽ വലിയ നേട്ടമുണ്ടാകും. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. എല്ലാ പ്രവൃത്തികളിലും ഭാഗ്യം വന്നു ചേരുന്നതാണ്. ധനസംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. പോരാത്തതിന് വ്യവസായ മാറ്റങ്ങൾക്കും പുതിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനും സാധിക്കുന്നതാണ്. ലാഭം കൂടുതൽ ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ മതിപ്പ് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ് ഇത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ബുധന്റെ രാശിമാറ്റമാണ് ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലം നൽകുന്നത്.
കർമ്മ വരുമാന മാർഗങ്ങളാണ് ഈ രാശിമാറ്റം. അതിനാൽ തന്നെ അനുകൂലമായ സമയമാണ്. ബിസിനസ് ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ വരുമാന വർധനവ് നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം സൗഭാഗ്യം വർദ്ധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സൗഭാഗ്യങ്ങൾ വരുന്നതാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് നേടുവാൻ സാധിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വ്യവസായികൾക്കും നല്ല കാലമാണ്. മനക്ലേശങ്ങൾ മാറിക്കിട്ടും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ധനം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ഇവർക്ക് മെയ് മാസത്തിലെ ബുധന്റെ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ നൽകും. സൗഭാഗ്യം കൈവരിക്കുവാൻ സാധിക്കും. ഗ്രഹങ്ങളുടെ 9-ാം ഭാവത്തിലും കർമ്മഭാവത്തിലുമാണ് മാറ്റമുണ്ടാകുവാൻ പോകുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം നേടുവാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായി വലിയ ഉയർച്ചയാണ് നിങ്ങൾക്കിനി ഉണ്ടാകുന്നത്. വിദേശത്ത് പോകുവാൻ സാധ്യതയുണ്ട്. ജോലി മാറാനും സ്ഥാനക്കയറ്റം വർധനവിനും ധനം വർദ്ധിക്കുന്നതിനും സാഹചര്യം വന്നുചേരും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. തൊട്ടതെല്ലാം ഈ രാശിക്കാർക്കെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും. ഭാഗ്യങ്ങളുടെ കടാക്ഷം എപ്പോഴും ഈ മെയ് മാസത്തിൽ ഇവർക്കൊപ്പം ആയിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.